ഹലോ നമസ്തേ, കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിന്റെ വിശേഷമായിട്ടാണ് വന്നത്. 5ാമത്തെ സീസൺ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 4 വരെ എന്താണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോവാം. ഇപ്പൊ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് മെയിൻ ഇവന്റ്സ് മാത്രം പറഞ്ഞു പോവാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയോ, നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓക്കെ, സീസൺ 1 എന്താണ് സംഭവിച്ചത്? സീസൺ 1 പറ്റി പറയുകയാണെങ്കിൽ ഈ വില്ലെന്ന് പറയുന്ന ഒരു പയ്യൻ, അവനെ തൊട്ടാണ് നമ്മുടെ സീസൺ തുടങ്ങുന്നത്. അവൻ ഈ അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്ന ഡയമെൻഷനിലേക്ക് ആയി പോവുകയാണ്. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ആയി പോവുകയാണ്. അങ്ങനെ അവനെ രക്ഷിക്കാനായിട്ട് 11 എന്ന് പറയുന്ന സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി വരുന്നു. അങ്ങനെ അവള് ഇവനെ രക്ഷിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് നല്ല രീതിയിൽ എടുക്കുന്ന സമയത്ത് അവളൊരു എന്താണ് അപ്രതീക്ഷം ആയി പോയെന്നുള്ളൊരു ഫീലില് വരുന്നു. പക്ഷെ ആക്ച്വലി ഹോപ്പർ അവിടെ ഒരു ഹോക്കിൻസ് എന്ന ഒരു ഇതിൽ ഷെരീഫായിട്ടുള്ള പോലീസുകാരനായിട്ടുള്ള ഹോപ്പറിന്റെ കൂടെ സേഫ് ആയിട്ടുണ്ടാകും. ഇതാണ് സീസൺ 1. സീസൺ 2 വരുമ്പോൾ കാര്യം എല്ലാം സിമ്പിൾ ആണ്. നേരത്തെ അപ്സൈഡ് ഡൗണിലായിപ്പോയ വില്ലൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അവന് കൂടുതൽ പൊസസ് ആവുന്നു. ഈ കഴുത്തിന്റെ ബാക്കിൽ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു. അതിന് അപ്സൈഡ് ഡൗണിലുള്ള ഒരു സെൻസേഷൻ ആണ്. അതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഗേറ്റുകൾ, ഡെമഡോർഗൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു അനിമലിനെ പോലുള്ള ഒരു അനിമലിനെ പോലുള്ള രൂപങ്ങളുള്ള അവര് വെച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും, അതായത് ലോകത്തിന്റെ ഹോക്കിൻസിന്റെ പല ഭാഗത്തുകളും ഒരു ടവർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ടണലുകൾ ഓപ്പൺ ആവുന്നു. അത് വീണ്ടും നേരത്തെ പറഞ്ഞ 11 എന്ന സൂപ്പർ പവർ ഉള്ള ആ കുട്ടി വന്നിട്ട് ക്ലോസ് ചെയ്യും. ഇതാണ് സീസൺ 2. സീസൺ 3 ഇതിന്റെ മെയിൻ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ വില്ലിനെ പൊസസ് ചെയ്യുന്നു. അതാണ് സീസൺ 2 സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും. പിന്നെ സീസൺ 3ലേക്ക് വരുമ്പോഴത്തേക്കും നമ്മള് നേരത്തെ സീസൺ 2 ക്ലോസ് ചെയ്ത ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് റഷ്യക്കാര് വന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മെയിൻ പറയുകയാണെങ്കിൽ ഈ ഹോക്കിങ്സിൽ ഒരു മാളുണ്ട്. ആ മാളിന്റെ താഴെ ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഈ റഷ്യക്കാരി പരിപാടി ചെയ്യുന്നത്. അപ്പം ഈ മൈൻഡ് ഫ്ലെയർ എന്ന് പറയുന്ന ആ ഒരു രൂപം ഈ ഫിസിക്കലി രൂപം കൊള്ളാൻ തുടങ്ങി. ഈ പല റാറ്റുകളുടെ ഒക്കെ മാസും എനർജിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ സെക്കൻഡില് വില്ലിനെ പൊസസ് ചെയ്തെന്ന് പറഞ്ഞില്ല, അതുപോലെ 3 ബെല്ലിയെ പൊസസ് ചെയ്യും. ബില്ലി എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ക്യാരക്ടറാണ്. അതിനെ ഒന്ന് പൊസസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോക്കിൻസ് സീസൺ 2 വരെ ഇത് ഇവര് ഫ്രണ്ട് സർക്കിളിൽ നിന്നൊരു പ്രോബ്ലം ആണെങ്കിൽ സീസൺ 3ലേക്ക് വരുമ്പോൾ ഇത് ഹോക്കിൻസിന്റെയും കൂടെ ഒരു പ്രോബ്ലം ആയിട്ട് മാറി. ആ നാടിന്റെ ഫുൾ ഒരു പ്രോബ്ലം ആയിട്ട് മാറി. അതേ സമയത്ത് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വീണ്ടും 11 എന്ന ക്യാരക്ടർ എപ്പോഴും വരെയാണ് 11 ക്യാരക്ടർ വന്നിട്ട് വീണ്ടും സൂപ്പർ പവറുകൾ വെച്ച് ഈ മൈൻഡ് ഫ്ലെയർ എന്ന് പറഞ്ഞ വലിയ രൂപത്തിനെ എന്താണ് ഫുൾ ശക്തി എടുത്തിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേ സമയത്ത് നേരത്തെ ഷെരീഫ് എന്ന് പറഞ്ഞ ഹോപ്പർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലേ, പുള്ളി ആ റഷ്യക്കാര് ഓപ്പൺ ചെയ്ത ഗേറ്റ് അവരെല്ലാരും ഇടിച്ചിട്ടിട്ട് വീണ്ടും ക്ലോസ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി. ഹോപ്പർ തെറിച്ചൊരു സ്ഥലത്തേക്ക് വീണു. മരിച്ചെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് സീസൺ 3. അങ്ങനെയാണ് എൻഡ് ചെയ്തത്. നമ്മൾ വിഷമമുള്ള ഒരു കാര്യം. അങ്ങനെയാണ് 3 എൻഡ് ചെയ്തത്. പിന്നെ അടുത്ത 4 തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രെയിലർ വന്ന് അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഹോപ്പർ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ സീസൺ 4 കാണാൻ ഒരു ത്വരയായി. അങ്ങനെ സീസൺ സത്യം പറഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ കൂടെ, ആ ഗേറ്റിന്റെ ഗ്യാപ്പിൽ കൂടെ അപ്പുറത്ത് പോവുകയാണ് ചെയ്തത്. എവിടെയാണ് റഷ്യക്കാര് പിടിച്ചോണ്ട് പോയി. എല്ലാരും കൂടെ പോയ സമയത്ത് റഷ്യക്കാര് പിടിച്ചോണ്ട് പോയി. അതേപോലെ സീസൺ 3യുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഈ 11 എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, സൂപ്പർ പവർ ഉള്ള നമ്മുടെ ലേഡി. ആ ക്യാരക്ടറിന് എല്ലാ ശക്തിയും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് വീക്കായി. ഇത്രയും സ്ട്രെയിൻ എടുക്കുകയില്ലേ, അപ്പൊ വീക്കായി. അങ്ങനെ ഈ വില്ലന്റെ ക്യാരക്ടറിനാണല്ലോ ഏറ്റവും കൂടുതൽ സെൻസേഷൻ ഒക്കെ ഉണ്ടായി, ഈ കഥകളെല്ലാം തുടക്കം ഉണ്ടായത്. അപ്പൊ ഇവരെല്ലാരും ഫാമിലിയോടെ മാറി കാലിഫോർണിയയിലേക്ക് പോയി. കാലിഫോർണിയയിൽ പോയതിനു ശേഷം പിന്നെ വീണ്ടും ഹോക്കിൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചു. ഈ ഹോക്കിൻസിലുള്ളത് ആരൊക്കെയാണ്? ഹോക്കിൻസിലുണ്ടായിരുന്ന അവരെ ഫ്രണ്ട് സർക്കിളിലുള്ള മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, അതുപോലെ മാക്സ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. പിന്നെ ഈ മൈക്കിന്റെ ഒരു ചേച്ചിയുണ്ട്. അവരെല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ ഇവരാണ് ഈ പറഞ്ഞ ഹോക്കിൻസിലുള്ള. അപ്പം ഈ വില്ലിന്റെ ഫാമിലി വെക്കേഷന് മാത്രമാണ് ഹോക്കിൻസിൽ വരുന്നത്. അങ്ങനെ ഒരു ക്രിയേഷനിലാണ് നിന്നത്. അത് കൂടാതെ ഈ മൈക്കും ഈ 11 തമ്മിൽ ഒരു പ്രണയത്തിന്റെ ഇതൊക്കെ ഉണ്ട്. അവരെപ്പോഴും പ്രണയലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ എപ്പോഴും ത്വരയാണ് അവർ കാണാൻ വേണ്ടി, വെക്കേഷന് വരാൻ വേണ്ടി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ഹോക്കിൻസിൽ വേക്കന കുറെ പരിപാടികൾ തുടങ്ങി. നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിലൊരു സ്ട്രോങ് വില്ലനാണ്. മെയിൻ വില്ലൻ അത് തന്നെ. അതായത് നമ്മൾ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സ് അല്ലാതെ ഒരു വില്ലന്റെ ഒരു രൂപവും കൊണ്ട് നമ്മളെല്ലാ രീതിയിലും സ്വാധീനിച്ച ഒരു ക്യാരക്ടറാണ് വേക്ന. അപ്പൊ ഇപ്പുറത്ത് നോക്കുമ്പോ 11 വേക്ന, ഇങ്ങനെ 2 തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ കഥ ഫുള്ളായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് സീസണിൽ ഒരു കുട്ടിയായിരിക്കുന്ന 11 വന്നല്ലോ, ആ 11 കാരണമായിരുന്നു
ഈ വേഗ്ന അവരുടെ പണ്ടത്തെ ലാബിൽ നിന്ന് ഈ അപ്സൈഡ് ഡൗണിലോട്ട് ആയിപ്പോയത്. അങ്ങനെ അവിടെ വെച്ച് ഈ രൂപം മാറി ഒരു രാക്ഷസ രൂപമായി. അതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗ്ന സത്യം പറഞ്ഞ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. അതെ തന്നെ, അങ്ങനെയാണ് ഈ സീസൺ എല്ലാം ഉണ്ടായി വരുന്നത്. അപ്പം അതിന്റെ രൂപത്തിലായിട്ട് ഈ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, അവരെ ടാർഗറ്റ് ചെയ്താണ് സീസൺ 4 വേഗ്ന കളിച്ചത്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് മാക്സ്, സ്വന്തം ചേട്ടനായ ബില്ലി മരിച്ച ഒരു മാനസിക വിഷമം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ മാക്സിനെ ടാർഗറ്റ് ചെയ്ത് മാക്സ് ഇങ്ങനെ നമ്മൾ പൊങ്ങി പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നല്ല കിടില സീനാണ്. ആ സീനിലൊക്കെ അങ്ങനെ ഈ വേഗ്നെ ടാർഗറ്റ് ചെയ്ത് മാക്സിനെ ഒരു കൊന്നില്ലെന്നുള്ളൊരു പരുവത്തിലായി ഇങ്ങനെ ഒരു അവസാനിച്ചിലാണ് സീസൺ 4 അവസാനിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ കൂട്ടത്തില് ഹോക്കിൻസ് അവര് അപ്സൈഡ് കൂടെ ഇറങ്ങിയ കാര്യം കൂടെ പറയാം. അത് തന്നെ. ആ സമയത്ത് ഈ മാക്സിനെ അവര് മനഃപൂർവ്വം തന്നെ ട്രിഗർ ചെയ്തതാണ്. കാരണം വേഗ്നേനെ ഡിസ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഈ മാക്സിനെ അവർ ട്രിഗർ ചെയ്യണം. അപ്പം വേഗ്നെ ഡിസ്ട്രാക്ട് ചെയ്ത് മാക്സിനെ ട്രിഗർ ചെയ്ത സമയത്ത് ഇവരെല്ലാം അപ്സൈഡ് ഡൗണിൽ ഇറങ്ങും. എന്നിട്ട് പിന്നെ തീയൊക്കെ എടുത്ത് വേഗ്നേരെ അപ്സൈഡ് ഡൗണിലുള്ള വീട്ടിലോട്ട് എറിയും. അപ്പോഴാണ് വേഗ്നെ ഒരു മൊത്തത്തിൽ അങ്ങ് തീയൊക്കെ പിടിച്ചോണ്ട് വീക്ക് ആവണം. ആ സമയത്ത് മാക്സ് ഒരു പരുവത്തിലാവും, ഒരു ചത്തില്ലെന്നുള്ള ബെഡിൽ ഇങ്ങനെ ബെഡ് റെസ്റ്റിലാവും ഹോസ്പിറ്റലിൽ. ആ സമയത്ത് ഹോക്കിൻസ് ഇങ്ങനെ പിളരാൻ തുടങ്ങും, പിളർന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് അങ്ങനത്തെ ഒരു എൻഡിങ്ങിലാണ് സീസൺ 4 നിർത്തിയേക്കുന്നത്. അപ്പൊ എന്തരായി എന്നുള്ള കാര്യം, വേഗ്നെ ഫുള്ളായിട്ട് നശിച്ചോ അല്ലെങ്കിൽ ഹോക്കിൻസ് ഫുള്ള് നശിച്ചോ? ഹോക്കിൻസ് ഇപ്പം സീസൺ 1ഉം 2യിലൊക്കെ ഹോക്കിൻസിനെ ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല ഇത്. പക്ഷെ 3ഉം 4ന്റെ അവസാനത്തോടു കൂടി ഹോക്കിൻസിന് ഒരു വലിയ വിഷയമായിരുന്നു. നമ്മൾ കാണാൻ പോകുന്നത് വേഗ്നയും നമ്മുടെ 11ഉം തമ്മിലുള്ള ആ ഒരു വാറാണ്, ലാസ്റ്റ് വാറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് പലർക്കും ഇങ്ങനെയുള്ളത്. പക്ഷെ എല്ലാത്തിന്റെയും അവസാനം ഒരു ഇമോഷൻ ആണല്ലോ. അപ്പൊ നിനക്ക് ഈ ഒരു സ്ട്രേഞ്ചർ തിങ്സ് കാണാൻ പ്രേരിപ്പിച്ച കാരണം എന്തിനാണ്, അല്ലെങ്കിൽ എന്നാണ് കണ്ടു തുടങ്ങിയത്? അത് ഞാൻ ലോക്ക്ഡൌണിലാണ് കണ്ടു തുടങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജാനറാണ് ഈ ഒരു ഡൈമെൻഷനും ഈ ഒരു മിസ്റ്ററിയും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജാനറാണ്. സയന്റിഫിക് ത്രില്ലർ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും ഓൾമോസ്റ്റ് നമ്മളെ ഏജ് ആണ്. അപ്പം ഈ കഥ വളർന്നത് കൂടി നമ്മൾ വളരെയാണ്, അവരും വളരെയാണ്. അപ്പൊ നമ്മളും ആ ലോകത്തുള്ള ഒരാളാണ്, നമ്മളും ഒരു ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നല് വരും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അപ്പം നിങ്ങളെ കാണാൻ പ്രേരിപ്പിച്ച ആ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കും കാണും. അപ്പൊ വേണമെങ്കിൽ അവനൊരു കമന്റിലൊരു മെൻഷൻ ചെയ്തു. അതൊക്കെ തന്നെ. അപ്പൊ അതൊക്കെയാണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ വിശേഷം. അപ്പൊ ബാക്കി നമുക്ക് 5ാമത്തെ സീസൺ എന്താവും നമുക്ക് കാണാം. കണ്ടിട്ട് നമുക്ക് റിവ്യൂ ഒക്കെ ഇടാം. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരുന്നവരെ അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.